നമ്മുടെ ട്രംപ് അണ്ണൻ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയെ ഊക്കി വിട്ടിട്ടുണ്ട്. ഊക്കി വിട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സത്യം തുറന്നു പറഞ്ഞു, അത്രമാത്രം. നമുക്ക് ആ വീഡിയോ കാണാം. അതുപോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ എക്കണോമിക് അഡ്വൈസറുള്ള ഒരു മെമ്പർ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട്, അതും നമുക്ക് കാണാം. ആദ്യം തന്നെ നമ്മുടെ മൈ ഫ്രണ്ട് നമ്മുടെ നരേന്ദ്രമോദിജിയെ ട്രോളുന്ന വീഡിയോ കാണാം. We have it, and look, India for years has, and I don't blame them, I blame us because we had stupid people here. India for years really took advantage of the United States. You know that. Are you from India by any chance? Huh? I thought you were from Germany. I'm from India. I'm only kidding. You're central casting, okay? And that's a very good thing. India for years took advantage of this country. They charged us tremendous tariffs, and they paid nothing. They wouldn't let Harley, as an example, in the past, they wouldn't let Harley Davidson sell its motor. They would charge 200% tariff. So Harley Davidson was precluded. They ended up going to India and building their own plants, which is unfortunate that that happened, but it happens. It was before me. But they charged tremendous amounts of tariffs to our company, and we didn't charge them anything. They sold motorbikes here too. We charged them? Nothing. And now it's the exact reverse. And we're making a lot of money with India. But we'll get to a deal, because I like your Prime Minister a lot. He's a good friend of mine. Get along great, and we're going to make a deal. We have a very good relationship. Mr. President, speaking of deals, Mr. President, on ട്രംപ് അണ്ണൻ പറയുന്നത് കേട്ടില്ലേ? ഇന്ത്യ വർഷങ്ങളായി US-ൽ നിന്നും അഡ്വാൻറ്റേജ് നേട്ടങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കാറുണ്ടായിരുന്നു. അതായത് US എന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ 200% അതിന് ടാരിഫ് ചുമത്തി അതിൽ നിന്നും നേട്ടങ്ങൾ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അതുപോലെ ഇന്ത്യ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ ട്രംപ് തന്നെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യ മോട്ടോർ സൈക്കിൾസ് US-ൽ സെല് ചെയ്യുമ്പോൾ അതിന് ഒന്നും ചുമത്താറില്ല എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതായത് അതിൽ നിന്നും നേട്ടങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ ഇന്ത്യ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കാര്യങ്ങളൊക്കെ മാറി മറിഞ്ഞു എന്നാണ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഇന്ത്യയെ വെച്ചിട്ട് US പണം ഉണ്ടാക്കാൻ തുടങ്ങി എന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ US പ്രസിഡന്റ് ഇവിടെ അവരുടെ ലീഡേഴ്സിനെ കുറ്റം പറയുന്നുണ്ട്. പക്ഷെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ ലീഡേഴ്സിന്റെ കാര്യമാണ്. അതായത് വിഷണറി ആയിട്ടുള്ള ഒരു ലീഡർ വേണമായിരുന്നു. നമുക്ക് ഉണ്ടായിരുന്നു ഒരു ലീഡർ, ഡോക്ടർ മൻമോഹൻ സിംഗ്. അവർ ഒരു എക്കണോമിസ്റ്റ് ആയിരുന്നു, ഒരു വിഷണറി ആയിരുന്നു. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള നേട്ടങ്ങൾ ഇന്ത്യ ആ സമയത്ത് കൈവരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മുടെ എക്കണോമിയുടെ അവസ്ഥ എന്താണ്? എക്കണോമിയുടെ അവസ്ഥ നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രധാനമന്ത്രിയെ അഡ്വൈസ് ചെയ്യുന്ന എക്കണോമിക് അഡ്വൈസറി കമ്മിറ്റിയുടെ അവസ്ഥ എന്താണ് നമുക്കത് നോക്കാം. അതായത് എക്കണോമിക് അഡ്വൈസറി കൗൺസിലിലെ ഒരു മെമ്പർ പറയുന്നതാണ്, ഇൻഫ്ലേഷൻ ഈസ് നോട്ട് എ പ്രോബ്ലം. ഇൻഫ്ലേഷൻ ഒരു പ്രശ്നമല്ല. സോ വാട്ട് ഇഫ് ദ റുപ്പി ടച്ചസ് 100 to a dollar? അതായത് ഡോളറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി 100 എത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ. ഇത് വെറും ഒരു നമ്പർ മാത്രമാണ്. ഇന്ത്യസ് എക്കണോമി ഈസ് ഇൻ എ ഫേസ് ഓഫ് സസ്റ്റെയിൻഡ് ഹൈ ഗ്രോത്ത് എന്നാണ് ഈ ഒരു, അതായത് ഷമിക രവി എന്ന് പറയുന്ന മെമ്പർ ഓഫ് എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ ടു ദി പ്രൈം മിനിസ്റ്റർ, പ്രൈം മിനിസ്റ്ററിന്റെ എക്കണോമിക് അഡ്വൈസറി കൗൺസിലുള്ള ഒരു മെമ്പർ പറയുന്ന കാര്യമാണ്. അതായത് ഇൻഫ്ലേഷൻ പ്രശ്നമല്ല എന്ന്. എങ്ങനെയാണ് ഇൻഫ്ലേഷൻ പ്രശ്നമല്ലാതിരിക്കുക? ഇൻഫ്ലേഷൻ പ്രശ്നമാണ്. ഔട്ട് ഓഫ് കൺട്രോൾ ആയി കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ പ്രശ്നം തന്നെയാണ്. ഇനി റുപ്പി, അതായത് റുപ്പി ഡോളർ 100 എത്തിക്കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്കറിയാം 96 മറ്റും എത്തിയിട്ടുണ്ട്. അപ്പോൾ 100 എത്തിക്കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം? ഇറ്റ്സ് ജസ്റ്റ് എ നമ്പർ എന്നാണ് പറഞ്ഞത്. അപ്പം ഈ നമ്പർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI റിസർവ് ബാങ്ക് നെറ്റ് സെയിൽ എന്ന് പറയുന്നത് $53.1 ബില്യൺ, അതായത് ഫൈനാൻഷ്യൽ ഇയർ 2026 $53.1 ബില്യൺ എന്ത് ചെയ്തിട്ടുണ്ട്? സെല്ല് ചെയ്തിട്ടുണ്ട്. നെറ്റ് സെയിലാണ്, അതായത് റിസർവ് ബാങ്ക് സെല്ല് ചെയ്തിട്ടുണ്ട്. ഈ വർഷം മാർച്ചിൽ എത്രയോ ബില്യൺ ഡോളേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? RBI സെല്ല് ചെയ്തിട്ടുണ്ട്. എന്തിന്? ഈ ഒരു ഡിപ്രിസിയേഷൻ, അതായത് റുപ്പിയുടെ മൂല്യം കുറയുന്നത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. കമ്പയർ ചെയ്താൽ 2020, അതായത് 2025 ഫൈനാൻഷ്യൽ ഇയർ ആയിട്ട് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ വർഷം, അതായത് 2026 $12 ബില്യൺ ഇൻക്രീസ് നടന്നിട്ടുണ്ട് ഈ സെയിലിൽ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ ജസ്റ്റ് എ നമ്പർ ആണെങ്കിൽ, വെറും ഒരു നമ്പർ ആണെങ്കിൽ ഇത്രയും പണം എന്തിനാണ് ഇവർ ചെലവാക്കിയിട്ടുള്ളത്? ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് അതിന്റെ വഴിക്ക് വിട്ടാൽ പോരെ. കാരണം ഇതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാർക്കറ്റിലേക്ക് RBI ഈ വർഷം മാർച്ചിൽ വരെ പണം, അതായത് ഡോളർ എന്തിട്ടുണ്ട്? സെല്ല് ചെയ്തിട്ടുണ്ട്, മാർക്കറ്റിലേക്ക് നിക്ഷേപിച്ചിട്ടുണ്ട്. ഈ ഒരു ഇതിനൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി. ഇതാണ് രാജ്യത്തെ പ്രധാനമന്ത്രിയെ അഡ്വൈസ് ചെയ്യുന്ന എക്കണോമിക് അഡ്വൈസറി കൗൺസിൽ മെമ്പേഴ്സിന്റെ അവസ്ഥ. അതുപോലെ നമുക്കറിയാം ഇന്നും ഗ്യാസിന്റെ വില വർദ്ധിച്ചിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ, അതായത് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ മൻമോഹൻ സിംഗ് ഒക്കെ ഭരിക്കുന്ന സമയത്ത് ഇന്ത്യ കമ്പയർ ചെയ്തുകൊണ്ടിരുന്നത് US-നെയും ചൈനയെയും ഒക്കെ വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാറ്.
എന്നാൽ കുറച്ച് വർഷങ്ങളായി ഇന്ത്യയെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും നേപ്പാളും ഒക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ അതാ നമ്മുടെ പെട്രോളിയം മന്ത്രി പറയുന്നത് കേൾക്കാം. അതായത് ഇന്ത്യക്ക് അഭിമാനിക്കാം, അമേരിക്കയെക്കാളും കാനഡയെക്കാളും കുറഞ്ഞ ഗ്യാസ് വില ഇന്ത്യയിലാണെന്ന് പെട്രോളിയം മന്ത്രി ഹർദീപ് സിംഗ്. അതായത് ഇതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് ചെയ്യാം, അമേരിക്കനൊക്കെ കമ്പയർ ചെയ്യാം. പക്ഷെ ബാക്കിയുള്ള സാധനത്തിനൊക്കെ ഇപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ബംഗ്ലാദേശിനേക്കാളും കൂടുതലാണ് ഇന്ത്യക്ക്, അല്ലെങ്കിൽ പാകിസ്ഥാനേക്കാളും മുമ്പിലാണ് ഇന്ത്യ എന്ന കാര്യങ്ങളിലാണ് ഇപ്പോൾ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പണ്ട് എങ്ങനെയല്ല, പണ്ട് US-ഉം ചൈനയും വെച്ചിട്ടാണ് കമ്പയർ ചെയ്യാറ്. ഇവിടെ ഒന്നും പറയാനില്ല. ആകെ പറയാനുള്ളത് ഒരു കോട്ടാണ്. അതായത് മൻമോഹൻ സിംഗ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഇതോടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അതായത് വിത്തൗട്ട് ഡിസ്കസിംഗ് the merit of Mr. Narendra Modi, I sincerely believe that it could be disastrous for the country to have Narendra Modi as the Prime Minister. ഇതിന്റെ അപ്പുറം ഇനി ഒന്നും പറയാനില്ല.